ഏരിയ ആയിട്ട് ആര് ഡയറക്ട്ലി കണക്റ്റഡ് അല്ല? ഏരിയ 20 ഡയറക്ട്ലി എന്തല്ല കണക്റ്റഡ് അല്ല. പക്ഷെ ഏരിയ 10 വിചാരിച്ചാൽ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും? ഏരിയ 0ക്ക് ഏരിയ 20ലോട്ടും ഏരിയ 20ക്ക് ഏരിയ 0ലോട്ടും എന്ത് ചെയ്യാൻ പറ്റും? ട്രാവൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് വിർച്വൽ ലിങ്ക് എന്ന് വിളിക്കാം. നമുക്ക് എന്താ വിളിക്കുന്നത്? നമ്മള് വിർച്വൽ ലിങ്ക്. ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആരുടെ സഹായത്തോടെ പോകുന്നു? അതായത് ഈ 2 റൗട്ടേഴ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിലൂടെ സംഗതി ഇങ്ങനെ വരച്ചെങ്കിലും പോകുന്നതിലൂടെ ആയിരിക്കും. ഇവര് പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിൽ ഇച്ചിരി വഴി ആർക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നു? ഏരിയ 0ക്കും ഏരിയ 20ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നു. ഇതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിർച്വൽ ലിങ്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓൾറെഡി ഫിസിക്കൽ കണക്ഷൻ അവിടെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? ലോജിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു? 2 ടീമിനും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് വിർച്വൽ ലിങ്ക്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, R1 പറയുന്ന റൗട്ടിനകത്ത് കയറിയിട്ട് വോയിസിനകത്ത് കയറിയിട്ട് ഏതൊക്കെ നെറ്റ് പറഞ്ഞു കൊടുക്കണം? ഇത് പറഞ്ഞു കൊടുക്കണം, ഇതും പറഞ്ഞു കൊടുക്കണം. തീർന്നു. അതുപോലെ തന്നെ R2നകത്ത് കയറിയിട്ട് ഈ നെറ്റ്വർക്കും ഏത് ഏരിയക്കകത്ത്? ഏരിയ 0ക്കകത്ത്. ഇതിനെ കുറിച്ച് പറയുമ്പോഴോ ഇതിന് എഡ്ജിൽ എന്ത് കൊടുക്കണം? ഏരിയ 10 എന്ന് പറഞ്ഞു കൊടുക്കുക. R3കകത്ത് കയറി കോൺഫിഗർ ചെയ്യുമ്പോഴോ ഏരിയ 10നകത്ത് ബാക്കിയുള്ള നെറ്റ് ബോക്സ് ഏതൊക്കെയാണ്? 2ഉം വരും, 3യും വരും, ഈ കാണുന്ന ലൂപ്പ് ബാക്കും വരും. ഏത് ഏരിയക്കകത്താണ്? ഏരിയ 10നകത്ത്. ഇനി R4 കോൺഫിഗർ ചെയ്യുമ്പോഴോ ഏരിയ 10നകത്ത് ഈ അഡ്രസ് വരും. പിന്നെ അടുത്ത ഏരിയ ഏതാ പറയണ്ടേ? ഇതിനകത്ത് ഏരിയ 20 പറഞ്ഞു കൊടുക്കുക, ഇതിനും ഏരിയ 20 പറഞ്ഞു കൊടുക്കുക. ദെൻ R5നകത്ത് കയറുക, 4ഉം 5ഉം എന്ത് ചെയ്യുക? 20 പറഞ്ഞു കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം R1ൽ വന്ന് നമ്മൾ ഷോ IP റൂട്ട് അടിച്ചു കഴിഞ്ഞാൽ ആരെ കുറിച്ചുണ്ടാവില്ല? ഏരിയ 20യെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഉണ്ടാവില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിർച്വൽ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഏതൊക്കെ റൗട്ടിനകത്ത് കയറിയിട്ടാണ് കോൺഫിഗർ ചെയ്യേണ്ടത്? R2 പറയുന്ന ബോർഡർ റൗട്ടിനകത്തും R4 പറയുന്ന ബോർഡർ റൗട്ടിനകത്ത് കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് കാര്യങ്ങളൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്താൽ മാത്രം മതി. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സിൻടാക്സ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഏത് റൗട്ടിനകത്ത് കയറണം? എക്സാമ്പിൾ R2നകത്ത് കയറിയതിനു ശേഷം റൗട്ടർ വോയിസ് ക്യൂബ് 1. അതിനു ശേഷം പറയേണ്ട കമാൻഡ് എന്താണ്? ഏരിയ, നമ്മുടെ ട്രാൻസിസ്റ്റ് ഏരിയ ഏതാണ്? എല്ലാം അറിയുന്ന ഏരിയ ഏതാണ്? ID. ഏരിയ 10നെ 2 ടീമിനെ കുറിച്ച് അറിയാം അല്ലെ? ഏരിയ 10 കൊടുക്കുന്ന കണക്ഷൻ എന്താണ്? കീവേഡ് ആണ് വിർച്വൽ ലിങ്ക് എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ABR പറയുമ്പോൾ എന്താണ്? R4ന്റെ ഇതൊരു ബോർഡർ റൗട്ടർ ആണ്. ഇതാണ് നമ്മുടെ അടുത്ത ബോർഡർ റൗട്ടർ. അയാളുടെ എന്ത് പറഞ്ഞു കൊടുക്കുക? റൗട്ടർ ID പറഞ്ഞു കൊടുക്കുക. ഓക്കെ, തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പറയുമ്പോഴോ R2ന്റെ റൗട്ടർ ID പറഞ്ഞു കൊടുക്കുക. അപ്പൊ നമ്മുടെ ടോപ്പോളജി പ്രകാരം നമുക്ക് എവിടെ പറഞ്ഞു കൊടുക്കണം? ഇവിടെ നമ്മൾ പറയേണ്ടത് എന്താണ്? 255. എന്റെ നൈബർ ABR ഏതാണ്? 44 പറയുന്ന ഒരു ഐഡിയ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. തിരിച്ച് അവിടുന്ന് പറയുമ്പോഴോ സെയിം കമാൻഡ് തന്നെ R4നകത്ത് കയറി പറയുമ്പോൾ 252 എന്ന് പറഞ്ഞു കൊടുക്കുക അല്ലെ? അവിടെ കയറിയിട്ട് നമ്മൾ റൗട്ടർ വോയിസ് 1 എന്ന് കൊടുക്കുക. അതിനുശേഷം അവിടെയും സെയിം തന്നെ എല്ലാം അറിയുന്ന ഏരിയ 10 തന്നെയാണ്. ദെൻ നമ്മൾ ഹൈഫൻ ലിങ്ക് എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുന്നു. ദെൻ 255.222 എന്ന് കൊടുക്കും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 എഡ്ജിലോട്ട് പോകാനുള്ള വിർച്വൽ ലിങ്ക് എസ്റ്റാബ്ലിഷ് ആവും. ആരൊക്കെ വിചാരിച്ചാൽ മതി? R2 ആൻഡ് R4 മാത്രം വിചാരിച്ചാൽ മതി. പിന്നെ ഇവിടെ കണ്ടീഷൻ പറയുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം ഏരിയ 0 ആയിട്ട് മറ്റുള്ള ഏരിയാസ് എന്തായിരിക്കണം? ബാക്ക് ബോൺ ഏരിയ ആയിട്ട് എന്തായിരിക്കണം? മറ്റുള്ളവർ ഷുഡ് ബി എന്തായിരിക്കണം? ഡയറക്ട്ലി കണക്റ്റഡ് ആയിരിക്കണം ബാക്ക് ബോൺ ഏരിയ ആയിട്ട്. ഇനി അങ്ങനെ കണക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കണക്റ്റിവിറ്റി പ്രോബ്ലം അവിടെ ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന റൂൾസ് നമുക്ക് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് റൂൾ എന്താ പറയുന്നത്? ബിറ്റ്വീൻ ABR എന്ന് വെച്ചാൽ 2 ABRനിടയിൽ മാത്രം നമുക്ക് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുള്ളൂ? വിർച്വൽ ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ 2 ABR റൗട്ടർ എന്തായാലും നമ്മുടെ ടോപ്പോളജിക്കകത്ത് വന്നിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ നമ്മൾ ആ പാസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റ് ഏരിയക്ക് എന്തുണ്ടാവണം? ആരെ കുറിച്ചൊക്കെ ഡെപ്ത് ആയിട്ട് അറിയണം?
എല്ലാ നെറ്റ്വർക്സിനെ കുറിച്ചും ഡെപ്ത് ആയിട്ട് ആർക്ക് അറിയണം? നമ്മുടെ ഏരിയ എന്ന് പറയുമ്പോൾ ഏത് ഏരിയ നമ്മുടെ ടോപ്പോളജിക്കകത്ത് വരുന്നത്? ഏരിയ 10 എല്ലാവരെ കുറിച്ചും എൻറ്റയർ റൗട്ടിംഗ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കേണ്ടതാണ് ഏരിയ 10നകത്ത് വരുന്ന റൗട്ടേഴ്സിനകത്ത്. പിന്നെ മസ്റ്റായിട്ട് പറയുന്നത് എന്തുണ്ടാവാൻ പാടില്ല? സ്റ്റബ് റൗട്ടേഴ്സ് ഉണ്ടാവാൻ പാടില്ല. സ്റ്റബ് റൗട്ടർ പറഞ്ഞു കഴിഞ്ഞാൽ എഡ്ജ് റൗട്ടർ ഉണ്ടാവാൻ പാടില്ല. എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ ടോപ്പോളജിക്കകത്ത് ഈ റൗട്ടർ ഉണ്ടാവും. ഇങ്ങനെ എവിടെ ഉണ്ടാവാൻ പാടില്ല? ഏരിയ 10നകത്ത് ഒരു റൗട്ടർ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ എക്സാമ്പിൾ ഇവിടെ ഒരു റൗട്ടർ ഉണ്ടെങ്കിൽ പറ്റില്ല. ക്ലിയർ? ഇവിടെ ഒരു റൗട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കില്ല? വിർച്വൽ ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എഡ്ജ് റൗട്ടർ മീൻസ് ഇങ്ങനെ ഇത് നമ്മുടെ ടോപ്പോളജിക്കകത്ത് ഇപ്പോൾ എഡ്ജ് റൗട്ടേഴ്സ് ഉള്ളത് R1ഉം R5 മാത്രമാണ്. അങ്ങനെയുള്ള ഏരിയ ആയിരിക്കാൻ പാടില്ല. അതിന് എഡ്ജ് റൗട്ടേഴ്സിന് വിളിക്കുന്ന പേരാണ് നെറ്റ്വർക്കിംഗ് ലാംഗ്വേജിൽ സ്റ്റബ് റൗട്ടർ എന്നാണ് പറയുക. സാറേ ഒരു ഡൗട്ട്, അതായത് ഏരിയ 10 ഇപ്പൊ ഒരു R3യിലേക്ക് ഒരു R6 എന്നും പറഞ്ഞ ഒരു റൗട്ടർ ജസ്റ്റ് കണക്റ്റഡ് ആണെങ്കിൽ നമ്മുടെ ഈ ട്രാഫിക് അപ്പൊ ചെയ്യാൻ പറ്റില്ല. ഇല്ല അല്ലേ? പറ്റില്ല. അത് അതിന്റെ റൂൾസ് അങ്ങനെയാണ്. വിർച്വൽ റൂൾസ് അങ്ങനെ വരുന്നത്. കണക്റ്റഡ് ആയി പോകുന്ന ഒരു ചെയിൻ പോലെ പോകുന്ന നെറ്റ്വർക്ക് ആണെങ്കിൽ മാത്രം നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്തിരിക്കുന്നത്? സിംപ്ലി കണക്റ്റഡ് ടു R3 ആൻഡ് ഷുഡ് ബി. താങ്കൾ പറഞ്ഞു ഇപ്പൊ ഞാൻ വരച്ചിരിക്കുന്നത് മനസ്സിലായില്ലേ? ഇതേപോലെ ഒരു താങ്കൾ പറഞ്ഞ പോലെ R6 റൗട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഒന്ന് പരീക്ഷ നോക്കിയാലോ? ആരും ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം ആരും ചെയ്ത? അമൽ ചെയ്തോ? ചെയ്തിട്ടുണ്ട്, പക്ഷെ മറ്റേ റൗട്ടർ ID ആഡ് ചെയ്തിട്ടില്ല. അത് കുഴപ്പമില്ല, അത് നമുക്ക് എപ്പോഴാണെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. സ്ക്രീൻ ഷെയർ ചെയ്യല്ലോ? യെസ്, ചെയ്തോ. എല്ലാ റൗട്ടേഴ്സിനും റൗട്ടർ ID കൊടുക്കണ്ട. R2നും R4 മാത്രം കൊടുത്താൽ മതി. ഓക്കെ. അങ്ങനെയല്ല, കൺസോൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കൺസോൾ ഓപ്പൺ. കൺസോൾ ഉണ്ട് രണ്ടാമത്തെ. റൗട്ടർ ID ഡിഫോൾട്ട് ആയിട്ടുള്ള റൗട്ടർ ID നമ്മൾ മെൻഷൻ ചെയ്താലും പോരെ പക്ഷേ? മതി മതി മതി. ഡിഫോൾട്ട് ആയിട്ട് ഏതാണോ എനേബിൾ ആയി കിടക്കുന്നത് അത് ചെയ്താലും മതി. ഇതെന്താ? മസ്റ്റ് ബി സ്റ്റാർ. അതൊന്ന് പ്ലേ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേ. ഈ ബട്ടൺ സേവ് ആയില്ലേ? ഓക്കെ. ഇതൊക്കെ ഉണ്ട്. ഇപ്പൊ എന്തായാലും ജസ്റ്റ് പ്രോട്ടോകോളിനകത്ത് കയറാം. റൗട്ടർ കോൺഫിഗറേഷൻ മോഡിൽ കയറിയിട്ട് റൗട്ടർ OSP 1 എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുക. റൗട്ടർ ID എത്രയായിരുന്നു? അത് 255.2.2.2.2. സിൻടാക്സ് ഓർമ്മയില്ല. ഓക്കെ. അതായത് നമ്മളിങ്ങനെ കമാൻഡ് കൊടുത്താലും അവിടെ എന്ത് സംഭവിക്കും? റൗട്ടർ ID വരില്ല. ബിക്കോസ് ഓൾറെഡി ഒരു റൗട്ടർ ID സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ കൊടുത്ത റൗട്ടർ ID വരണമെന്നുണ്ടെങ്കിൽ അവരോട് എഴുതി കാണിക്കുന്നുണ്ട്. എന്താ എഴുതി കാണിക്കുന്നത്?
ക്ലിയർ ക്ലിയർ ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ ഇവിടെ തന്നെ കൊടുക്കുക കമാൻഡ് ഫ്രണ്ടിൽ ഡൂ എന്ന് കൊടുത്താൽ മതി. ഡൂ എന്ന് കൊടുത്തിട്ട് ആ മേലെ കാണുന്ന കമാൻഡ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇത് കളയി, റൗട്ടർ ഐഡി വേണ്ട, ഓൾറെഡി റൗട്ടർ ഐഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നു ഡു? ആ മേലെ കാണുന്ന കമാൻഡ് സെലക്ട് ചെയ്താൽ മതി. ആ ക്ലിയർ മുതൽ ഒന്ന് സെലക്ട് ചെയ്താൽ മതി. അത് സെലക്ട് ഈസ് ഈക്വൽ ടു കോപ്പി എന്നാണ്. ജസ്റ്റ് ഒന്ന് അവിടെ ക്ലിക്ക് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്താൽ കണ്ടോ, വളരെ ഈസിയാണ്. എൻ്റർ അടിക്കാം, യെസ് എന്ന് കൊടുക്കുക, കൺഫേം ചെയ്യിക്കാം, യെസ് എന്ന് കൊടുത്തിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ റിഫ്രഷ് ആയിട്ട് പുതിയ റൗട്ടർ ഐഡി നമുക്ക് വരും. അപ്പോഴത്തേക്കും റിഫ്രഷ് വരട്ടെ, അപ്പോഴത്തേക്കും R4 കയറിയിട്ട് ഇതേപോലെ റൗട്ടർ ഐഡി സെറ്റ് ചെയ്യാം. എല്ലാം ഓൺ ആവുന്നില്ലല്ലോ. അങ്ങനെ ഓൺ ആയില്ലെങ്കിൽ ആ ഗ്രീൻ ബട്ടൺ ബ്ലിങ്ക് ചെയ്യില്ല. റൗട്ടർ ഓയിസ് 1 കൊടുക്കുക, എന്നിട്ട് റൗട്ടർ ഐഡി നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഓർഡറിലൊക്കെ കൊടുത്തിരിക്കും. 55 നാലാമത്തെ റൗട്ടർ ആണെങ്കിൽ 444, അഞ്ചാമത്തെ ആണെങ്കിൽ 555. ചെയ്യാനുള്ള സൗകര്യത്തിന് ഒരു ഓർഡറിലൊക്കെ കൊടുത്തിരിക്കും. ടു കമാൻഡ് കൊടുത്തിട്ടൊന്ന് ക്ലിയർ കൊടുക്കുക. മേലെ കാണുന്ന സ്പേസ് ഉണ്ട്, എൻട്രി യെസ്. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള റൗട്ടേഴ്സും ഇതുപോലെ ഓൺ ആയിട്ടുണ്ടല്ലോ. ബാക്കിയുള്ള ഓൺ ആവും, ചെക്ക് ചെയ്ത് നോക്കി. ഞാൻ R1 എടുത്തിട്ട് ഒന്ന് എല്ലാം ഓക്കെ എന്നുണ്ടെങ്കിൽ ഒന്ന് സ്വൈപ്പ് റൂട്ട് എടുത്തു. റൂട്ട് യെസ്. നമ്മുടെ ടേബിളിനകത്ത് ഏത് നെറ്റ്വർക്ക് വന്നിട്ടില്ല? 4 സീരീസും ലൂബാക്ക് 5 വന്നിട്ടില്ല. അത് രണ്ടും എവിടെ കിടക്കുന്നതാ? ഏരിയ 20 കിടക്കുന്ന അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. ഏരിയ 20 എന്തൊക്കെയുള്ളത്? നമ്മുടെ സീരിയൽ ഇന്റർഫേസിന്റെ 192.168.4.0 പറയുന്ന അഡ്രസ്സും R5ന്റെ ലൂപ്പ് ബാക്കും വന്നിട്ടില്ല. എന്നുവെച്ചാൽ ആ ഏരിയക്കകത്തുള്ള അപ്ഡേറ്റുകൾ ഒന്നും വന്നിട്ടില്ല. ആ റൈറ്റ് സൈഡിൽ കാണുന്ന സീരിയലിന്റെ നെറ്റ്വർക്ക് അഡ്രസ്സും ലൂപ്പ് ബാക്കിന്റെ അഡ്രസ്സും വന്നിട്ടില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിർച്വൽ ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. R2 പറയുന്ന റൗട്ടിനകത്ത് കയറാം, എന്നിട്ട് വിർച്വൽ ലിങ്ക് എസ്റ്റാബ്ലിഷ്. ഓൾറെഡി പ്രോട്ടോകോളിനകത്ത് കിടക്കുന്ന ജസ്റ്റ് ഏരിയ ഓൾറെഡി പ്രോട്ടോകോളിനകത്താണ്. അപ്പൊ കൊടുക്കാം ഏരിയ ട്രാൻസിറ്റ് ഏരിയ ഐ ഡി എത്രയാണ്? 10. Then virtual hyphen link VNet established. Next router next ABR router router ID 255.4.4.4. Okay. 4.4.4 enter ചെയ്യാം. ഇതേപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് പറയുമ്പോൾ സെയിം കമാൻഡ് തന്നെ 255.222 എന്ന് പറഞ്ഞു R4 കയറി പറയും. എൻ്റർ ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ അപ്ഡേറ്റുകൾ അയച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റും. നമുക്ക് ഒരു അപ്ഡേറ്റ് പുതിയൊരു വിർച്വൽ ലിങ്ക് എസ്റ്റാബ്ലിഷ് ആയെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. വരുന്നില്ല. ഇപ്പൊ ഉണ്ടോ? 4 ഒക്കെ വന്നിട്ടുണ്ട്. 5 പറയുന്ന ലൂപ്പ് ബാക്കും വന്നിട്ടുണ്ട്. 192.168.4.0 വന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ 5 എന്ന് പറയുന്ന ലൂപ്പ് ബാക്ക് വന്നു. നേരത്തെ ഉണ്ടായിരുന്നില്ല. അത് മേലെ കാണുന്ന ടേബിളും താഴെ കാണുന്ന ടേബിളും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ തിരിച്ച് നമ്മുടെ ലാസ്റ്റ് ഡിവൈസ് നിന്നും ഇതേപോലെ സ്വൈപ്പ് ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ എല്ലാ നെറ്റ്വർക്ക്സും നമുക്ക് കാണാൻ പറ്റും. വളരെ ഈസി ആയിട്ടുള്ള ലാബാണ്. ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എങ്ങനെ നമ്മൾ നോക്കി. സ്വൈപ്പ് റൂട്ട് എല്ലാ നെറ്റ്വർക്കും വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ചുമ്മാ ഒന്ന് പിങ് അടിച്ച് നോക്കാം. വേണ്ട, വേണ്ട. യെസ്, അപ്പോൾ സ്റ്റാർട്ടിങ് എൻഡിലോട്ട് എൻഡിന് സ്റ്റാർട്ടിലോട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത ലാബ് വിർച്വൽ ലിങ്ക് പറയുന്ന ലാബാണ്. എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കി. R2 നിന്ന് R4ലോട്ടും R4 നിന്ന് R2ലോട്ടും നമ്മൾ എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു? വിർച്വൽ ലിങ്ക് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ നമുക്ക് എല്ലായിടത്തേക്കും എന്ത് കിട്ടുന്നുണ്ട്? പോകും കമ്മ്യൂണിക്കേഷൻ കിട്ടും. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏരിയ 0 ആയിട്ട്, അതായത് ബാക്ക് ബോൺ ഏരിയ ആയിട്ട് കണക്റ്റഡ് അല്ലാത്ത ഏരിയാസിനെ കണക്ട് ചെയ്യുന്ന രീതിയാണ് നമ്മൾ കാണിച്ചത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ടാബ് ചെയ്തു നോക്കുക. ചെയ്തു നോക്കാതെ നിങ്ങൾക്ക് ഒരു ഡൗട്ട്സും വരില്ല. ചെയ്യുമ്പോഴേ ഡൗട്ട്സ് വരുള്ളൂ. മാക്സിമം ഒക്കെ ചെയ്യാൻ നോക്കുക. ആഴ്ച 3 ദിവസമേ ഉള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങൾ ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് ടാബിൽ ചെയ്യാൻ ട്രൈ ചെയ്യും. അടുത്ത നമ്മുടെ OSPF നെറ്റ്വർക്ക് ടൈപ്സ്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കംപ്ലീറ്റ് ലാബുകളിൽ കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു പേരാണ് പോയിന്റ് ടു പോയിന്റ് എന്ന് പറയും. എയർലും യു ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ കാണുന്ന സിനാരിയോസിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് പോയിന്റ് ടു പോയിന്റ് ലാബുകൾ. നമ്മൾ ഇത്രയും ദിവസം ചെയ്ത എല്ലാ ലാബുകളുടെ പേരെന്താണ്? പോയിന്റ് ടു പോയിന്റ് ലാബ് എന്നാണ് നമ്മൾ പറയാറ്. അതായത് നമ്മൾ ഡയറക്റ്റ് ലേസർ ലൈൻ യൂസ് ചെയ്തിട്ട് രണ്ട് ഫേംസും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ കാണുന്ന സിനാരിയോ പോലെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കോമൺലി വിളിക്കുന്ന പേരാണ് പോയിന്റ് ടു പോയിന്റ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ചെയ്തു നോക്കാനുള്ളത് അടുത്ത ടൈപ്പാണ് PMA, ബ്രോഡ്കാസ്റ്റ് മൾട്ടി ആക്സസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും, എല്ലാ റൗട്ടേഴ്സിനെയും പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഏത് ഡിവൈസ് വഴിയാണ്? നമ്മുടെ സ്വിച്ച് യൂസ് ചെയ്തിട്ടാണ്. ഇങ്ങനെ വരുന്ന സിനാരിയോക്കകത്ത് വരുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ സിനാരിയോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹ്യൂജ്, നമ്മൾ പറയാം, ഞാനൊക്കെ പഠിച്ചത് SM കോളേജിലാണ്. അപ്പൊ SM കോളേജിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് കണ്ണെത്താ ദൂരത്തായിരിക്കും. എന്ന് പറയുന്ന പോലെ ഏതെങ്കിലും ഫേംസ് ഉണ്ടെങ്കിൽ ആ ഫേംസിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റും വേറെ വേറെ ആയിരിക്കും. വേറെ വേറെ ഡിപ്പാർട്ട്മെന്റ്സ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക? ഒരു സ്വിച്ച് മുഖാന്തരമായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഈ ഡിവൈസിലെല്ലാം തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഇഷ്യൂസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഈ സിനാരിയോക്കകത്ത് എല്ലാവരും ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് ഏത് ഡിവൈസ് ആണ്? സ്വിച്ച് യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്രോഡ്കാസ്റ്റ് മൾട്ടി ആക്സസ് എന്ന് വിളിക്കുന്നത്. സ്വിച്ച് എന്ത് കിട്ടിയാലും എന്ത് ചെയ്യും? ബാക്കി എല്ലാവർക്കും എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ R3ക്ക് R1ലോട്ട് എന്തോ സെൻഡ് ചെയ്യാനുണ്ട്. ഓക്കെ, പറയുന്ന കാര്യം ശ്രദ്ധിക്കുക, ഈസി ആയിട്ടുള്ള കാര്യമാണ്. R3ക്ക് R1ലോട്ട് എന്തോ സെൻഡ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ R3 എന്ത് ചെയ്തു? സ്വിച്ച് മുഖാന്തരം അത് അങ്ങോട്ട് അയച്ചു, R1ലോട്ട് അയച്ചു. R1ലോട്ട് അയക്കുന്ന സമയത്ത് തന്നെ ഈ ഇൻഫർമേഷൻ ആർക്ക് കൂടി കിട്ടിയിട്ടുണ്ട്? മറ്റുള്ള നൈബേഴ്സിന് കൂടി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാതെ R1 എന്ത് ചെയ്യും? അതെ ഫ്രണ്ട്സ്, എനിക്ക് ആര് തന്നിട്ടുണ്ട്? R3 എനിക്ക് ഒരു അപ്ഡേറ്റ് തന്നിട്ടുണ്ട് കേട്ടോ. മറ്റേ പുള്ളിക്കാരൻ എന്ത് ചെയ്യും? സെയിം സാധനം എങ്ങോട്ട് അയച്ചു കൊടുക്കും? നൈബേഴ്സിലോട്ട് അയക്കും. നൈബേഴ്സ് എന്താണ്? നൈബേഴ്സ് എന്താ പറയുന്നത്? അത് R1 എനിക്കൊരു അപ്ഡേറ്റ് തന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്യും? അയച്ചു കൊടുക്കും. നമ്മൾ ചിന്തിക്കേണ്ടത് സെയിം മെസ്സേജ് തന്നെ ഡ്യൂപ്ലിക്കേഷനോട് വരികയല്ലേ? ഇങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്ഡേറ്റുകൾ സെൻഡ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? അതിനേ സമയം കാണുള്ളൂ. വെറുതെ നമ്മുടെ ടൈം വേസ്റ്റ് ആവുകയാണ്, നമ്മുടെ യൂട്ടിലൈസേഷൻ വേസ്റ്റ് ആവുകയാണ്, അല്ലെ? പെർഫോമൻസ് ഇല്ലാതാവുകയാണ്. അപ്പൊ നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? അതിനുള്ള സൊല്യൂഷനാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഇത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളത് കൊണ്ടല്ലേ ഈ പ്രശ്നം വരുന്നത്? എല്ലാവർക്കും ഡയറക്റ്റ് ആയിട്ട് നൈബേഴ്സിലോട്ട് സെൻഡ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അങ്ങനെ വന്നപ്പം ഇതിനൊരു സൊല്യൂഷനെ നമ്മൾ കണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാണുന്ന ടോപ്പോളജിക്കകത്ത് ഏതെങ്കിലും ഒരാളെ ലീഡർ ആയിട്ട് കണ്ടുപിടിക്കുക. ലീഡർ മീൻസ് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് DR എന്ന് വിളിക്കും. എന്താ വിളിക്കുന്നത്? ഡെസിഗ്നേറ്റഡ് റൗട്ടർ എന്നാണ് വിളിക്കുന്നത്. ഈ 4 ആൾക്കാരിൽ
കോമൺ ആയിട്ട് ഒരാളെ ഞാൻ എന്ത് ചെയ്യുന്നു, DR ആയിട്ട് എലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്, ഒരു ലീഡറെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലീഡറിന് മാത്രമേ എല്ലാവരിലോട്ടും അപ്ഡേറ്റുകൾ സെൻഡ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടാവുള്ളൂ. എക്സാമ്പിൾ, ഈ ടോപ്പോളജി പ്രകാരം ഇതിനകത്ത് DR കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കോസ്റ്റ് നോക്കും. കോസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും എന്താണ്, കോസ്റ്റ് മീൻസ് സോറി കോസ്റ്റ് ഇല്ല, പ്രയോറിറ്റി. പ്രയോറിറ്റി എത്രയായിരിക്കും ബൈ ഡിഫോൾട്ട്? പ്രയോറിറ്റി എല്ലാവരുടെയും ബൈ ഡിഫോൾട്ട് എത്രയായിരിക്കും? എല്ലാ റൗട്ടേഴ്സിന്റെ 1 ആയിരിക്കും. അപ്പൊ നമുക്ക് പ്രയോറിറ്റി ബേസിൽ ഇതിനകത്ത് ലീഡറെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ? DR കണ്ടുപിടിക്കാൻ സാധിക്കുമോ? ഇല്ല. അടുത്ത ഓപ്ഷൻ നോക്കുന്നത് ഈ 4 റൗട്ടേഴ്സിൽ ആർക്കാണോ ഹയസ്റ്റ് റൗട്ടർ ഐഡി ഉള്ളത്. നിങ്ങളുടെ നോട്ടത്തിൽ ആർക്കാണ് ഇതിനകത്ത് ഹയസ്റ്റ് റൗട്ടർ ഐഡി? റൗട്ടർ ഐഡി എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ? നമ്മുടെ ഹൈയസ്റ്റ് ലൂപ്പ് ടോപ്പോളജിക്കകത്ത് ബാക്ക്. ലൂപ്പ് ബാക്കുകൾ ഉണ്ടെങ്കിൽ ഹയസ്റ്റ് ലൂപ്പ് ബാക്ക് IP വരുന്നതായിരിക്കും നമ്മുടെ റൗട്ടർ ഐഡി. R1 റൗട്ടർ ഐഡി തീർച്ചയായിട്ടും ഈ ലൂപ്പ് ബാക്ക് ആണ്. R3 എന്തായിരിക്കും? ഇതായിരിക്കും. ഓക്കെ, അങ്ങനെ എല്ലാ റൗട്ടേഴ്സിനും റൗട്ടർ ഐഡി വരുന്നുണ്ട്. അപ്പൊ കമ്പാരിറ്റീവ്ലി ഈ 4 ആൾക്കാരിൽ ആർക്കാണ് ഹയസ്റ്റ് റൗട്ടർ ഐഡി? 4.1. ഈ കാണുന്ന ഇയാളാണ് എന്തേ മാറുക? DR മീൻസ് ഡെസിഗ്നേറ്റഡ് റൗട്ടർ. അപ്പൊ ഇനി ബാക്കപ്പ് എന്തെങ്കിലും കാരണവശാൽ R4 ഡൗൺ ആയി കഴിഞ്ഞാൽ ആരായിരിക്കും അടുത്ത പ്രയോറിറ്റി? R3. ബാക്കപ്പ് ഡെസിഗ്നേറ്റഡ് റൗട്ടർ ആരായി മാറും? നമ്മുടെ R3 ആയി മാറും. ബാക്കിയുള്ളവരെ എക്സാമ്പിൾ R1 R2 വിളിക്കുന്ന പേരാണ് DR അതർ എന്നാണ് വിളിക്കുക. ഈ 2 ആൾക്കാർ പോകുന്ന കാത്തിരിക്കുന്ന ആൾക്കാരാണ് അവർ. ഓക്കെ, അപ്പം ഡെസിഗ്നേറ്റഡ് റൗട്ടർ എന്തെങ്കിലും കാരണവശാൽ ഡൗൺ ആയി കഴിഞ്ഞാൽ അതെല്ലാം ഈ കാര്യങ്ങളെല്ലാം ആര് നോക്കിക്കോളും? ബാക്കപ്പ് ഡെസിഗ്നേറ്റർ നോക്കിക്കോളും. ഓക്കെ, ഇതാണ് നമ്മൾ ബൈ ഡിഫോൾട്ട് ആദ്യം ചെയ്തു നോക്കാൻ വേണ്ടി പോകുന്ന ലാബ് എന്ന് പറയുന്നത്. ഈ ലാബിന്റെ പ്രത്യേകത നമ്മൾ ഈ പറഞ്ഞ പോലെ ഇനീഷ്യൽ റൗട്ടിംഗ് മാത്രം ചെയ്താൽ മതി. ഇതിപ്പോ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓട്ടോമാറ്റിക്കലി എലക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി വോയിസ് പറയുന്ന പ്രോട്ടോകോൾ തന്നെ എന്ത് ചെയ്തോളും? കണ്ടുപിടിച്ചോളും. എന്റെ ക്വസ്റ്റ്യൻ അതല്ല. നമ്മുടെ ഈ ടോപ്പോളജി പ്രകാരം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം R1 എന്ന് പറയുന്നത് ഭയങ്കര വീക്ക് ആയിട്ടുള്ള റൗട്ടറാണെന്ന് വിചാരിക്കുക. ഈ പരിപാടി പുള്ളിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെർഫോമൻസ് കിട്ടുമോ? ബൈ ഡിഫോൾട്ട് ഇലക്ഷൻ പ്രകാരം R4 വന്നു, നല്ല കാര്യം തന്നെ, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ നമ്മുടെ ഈ 4 റൗട്ടേഴ്സിനകത്ത് ഏറ്റവും ലോക്കൽ സീരീസ് ആയിട്ടുള്ള റൗട്ടറാണ് R4 എന്ന് വിചാരിക്കുക. കൂടുതൽ ഭാരം കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് റൺ ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം R1 ആണ് ഹീറോ. ഓക്കെ, ഷമ്മി ഹീറോടെ പറയുന്ന പോലെ R1 ആണ് ഇവിടുത്തെ ഏറ്റവും ലേറ്റസ്റ്റ് സീരീസ് റൗട്ടർ. അപ്പൊ ഈ പണി R1 കൊടുത്താലോ പുള്ളിക്കാരൻ ഭംഗിയായി ചെയ്യൂലേ? ഫാസ്റ്റ് ആയിട്ട് ചെയ്യൂലേ? ഇല്ലേ? ചെയ്യും. അപ്പൊ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കറിയാം ഇങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? R1 പിടിച്ച് ഞാൻ എന്താക്കാൻ വേണ്ടി പോവാ? DR ആക്കി മാറ്റാൻ വേണ്ടി പോകണം. മെയിൻ ആളാക്കി മാറ്റാൻ പോകണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഡീഫോൾട്ട് ആയിട്ടുള്ള ലാബ് എന്താണോ അത് വെച്ച് നമ്മൾ വെരിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് R4 ആയിരിക്കും എന്തായിട്ട് വരുന്നത്? ഡെസിഗ്നേറ്റഡ് റൗട്ടർ ആയിട്ട് വരുന്നത്, അല്ലെ? ഇയാൾ എന്തായിരിക്കും? ബാക്കപ്പ് ഡെസിഗ്നേറ്റഡ് ആയിരിക്കും. എന്നാൽ നമ്മൾ അടുത്ത ടാസ്ക് നമ്മൾ തീരുമാനിക്കുകയാണ്. എന്താ തീരുമാനിക്കുന്നത്? R1 എന്ന് പറയുന്ന റൗട്ടറെ പിടിച്ച് എനിക്ക് എന്താകണം? മെയിൻ ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ടാസ്ക് 1 നോക്കാം. ടാസ്ക് 1 പറയുന്നത് എന്താണ്? R1 പിടിച്ചിട്ട് മാനുവലി എന്ത് ചെയ്താൽ മതി? ഒരു റൗട്ടർ ഐഡി കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഓട്ടോമാറ്റിക്കലി എലക്ട് ചെയ്യുന്ന റൗട്ടർ ഐഡിയെക്കാളും പ്രിഫറൻസ് ആർക്കാണ്? മാനുവലി എലക്ട് ചെയ്യുന്നതാണ്. അപ്പൊ R1 റൗട്ടർ ഐഡി നമ്മൾ എന്താക്കി മാറ്റുന്നു? ചെയ്ത പോലെ ഇപ്പൊ നമ്മൾ ചെയ്തില്ലേ? DR BDR സോറി നമ്മൾ ABR റൗട്ടർ ആണ് ചെയ്തില്ലേ? അതുപോലെ റൗട്ടർ ഐഡി കയറിയിട്ട് എന്ത് ചെയ്യാം? മാറ്റി കൊടുക്കുക. അപ്പൊ മാനുവലി സെലക്ട് റൗട്ടർ ഐഡി ആയിരിക്കും എന്ത് വരുന്നത്? ബെസ്റ്റ് ആവുന്നത്, അല്ലെ? അപ്പൊ ഇയാള് എന്തായി മാറും? നമ്മളിപ്പോ ഈ ഒരു ടാസ്ക് കൊടുക്കും, ടാസ്ക് 1 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ R1 എന്ന് പറയുന്ന റൗട്ടർ എന്തായി മാറും? DR ആയി മാറും. ഇനി നമ്മൾ ഒരു ടാസ്ക് കൂടി ഉണ്ട്, ടാസ്ക് 2. മാനുവൽ റൗട്ടർ ഐഡിയേക്കാളും വാല്യൂ കൂടുതൽ എന്തിനാണ്? പ്രയോറിറ്റി ആണ്. അപ്പൊ നമ്മൾ അടുത്ത ടാസ്ക് എന്താ ചെയ്യുന്നത്? ആരെ നമ്മളാക്കുന്നു? R2 പറയുന്ന റൗട്ടറിനെ ഞാൻ എന്താക്കി മാറ്റുന്നു? പ്രയോറിറ്റി ചേഞ്ച് ചെയ്യണം. ബൈ ഡിഫോൾട്ട് പ്രയോറിറ്റി എത്രയാണ്? 1 ആണ്. അപ്പൊ കമ്പാരിറ്റീവ്ലി ഞാൻ ഇയാളുടെ പ്രയോറിറ്റി ഒരു 5 ആക്കി മാറ്റി കഴിഞ്ഞാൽ റൗട്ടർ ഐഡിനേക്കാളും വാല്യൂ കൂടുതൽ ആർക്കാണ്? പ്രയോറിറ്റിക്കാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ടോപ്പോളജി പ്രകാരം R2 റൗട്ടർ എന്തായി മാറും? DR ആയി മാറും. അപ്പൊ ഞാൻ നേരെ ഓപ്പോസിറ്റ് വരാനുള്ള റീസൺ, റൗട്ടർ ഐഡിനേക്കാളും പ്രയോറിറ്റി എന്താണ്? നമുക്ക് വാല്യൂ കൂടുതൽ എന്തിനാണ്? പ്രയോറിറ്റിക്കാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ടാസ്ക് 2 ആയിട്ട് ഞാൻ പ്രയോറിറ്റി സെറ്റ് ചെയ്തത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ? സാർ DR-ന്റെ പർപ്പസ് എന്തായിരുന്നു? ഞാൻ വിട്ടുപോയി. DR എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ടോപ്പോളജി പ്രകാരം നമുക്ക്
എല്ലാവരും അപ്ഡേറ്റുകൾ പരസ്പരം സെൻഡ് ചെയ്യുന്നതുകൊണ്ടല്ലേ പ്രശ്നം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ടോപ്പോളജി പ്രകാരം R4 ആണ് DR ആയി വരാൻ വേണ്ടി പോകുന്നത്. അതെങ്ങനെയാന്ന് മനസ്സിലായല്ലോ. അപ്പം ആ R1-ന് R3-ലോട്ട് എന്തെങ്കിലും സെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഡയറക്റ്റ് സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. നേരെ റിക്വസ്റ്റ് അങ്ങോട്ട് പോകും, R4 R4-ലോട്ട് പോകും. R4 ആയിരിക്കും അങ്ങോട്ട് അയക്കുന്നത്, ഇങ്ങോട്ട് അയക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാവരിലോട്ടും അപ്ഡേറ്റുകൾ സെൻഡ് ചെയ്യാൻ ആർക്കും പെർമിഷൻ ഇല്ല. DR ഒഴികെ വേറെ ആർക്കും ഡയറക്ട്ലി സെൻഡ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. ആരെന്ത് ചെയ്യണമെങ്കിലും ആരറിയണം, R4-ലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഓക്കെ ഇപ്പൊ പ്രോബ്ലം സോൾവ് ആയില്ലേ. യെസ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നതുകൊണ്ടല്ലേ പ്രശ്നം വന്നേ. ഇവിടെ എല്ലാവരിലോട്ടും ഫോർവേഡ് ചെയ്യാനുള്ള പെർമിഷൻ ആർക്ക് മാത്രമേ ഉള്ളൂ, നമ്മുടെ DR റൗട്ടറിന് മാത്രമേ ഉള്ളൂ. ഓക്കെ പ്രോബ്ലം സോൾവ് ആയില്ലേ. ഇപ്പൊ അതാണ് നമ്മുടെ ഓക്കെ എന്ന് പറയുന്നത്. Clear? സാർ ഒരു ഡൗട്ട്, അതായത് നമ്മൾ ഈ മാനുവലി ചെയ്യുന്ന RID എന്ന് പറഞ്ഞത് മറ്റേ ലോവർ ആണെങ്കിൽ പ്രിഫറൻസ് ഒബ്വിയസ്ലി ഹയറിന് മാത്രമല്ലേ പോകുള്ളൂ. മാനുവലായി ചെയ്യുന്നതുകൊണ്ട് പ്രിഫറൻസ് ഒന്നും വരുന്നില്ലല്ലോ. മാനുവലി വരുന്നതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി. നിങ്ങൾ എത്ര ചെറിയ എമൗണ്ട് കൊടുത്താലും. ഓക്കെ, ID ചെറുതോ വലുതായാലും മാനുവലിനാണ് പ്രിഫറൻസ് അല്ലേ. അതെ, നമ്മളിപ്പോ ഓട്ടോമാറ്റിക്കലി എലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞ റൂൾസ് ഹയസ്റ്റ് ലൂബാക്ക് ഓക്കെ സമ്മതിച്ചു. ലൂബാക്ക് ഇല്ല എങ്കിൽ ഫിസിക്കലി കണക്ടർ എന്ന് പറഞ്ഞു. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞാൽ മാനുവലി അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുകയാണെങ്കിൽ അതിനാണ് ഫസ്റ്റ് പ്രിഫറൻസ് എന്ന്. കാരണല്ലോ അത് ഞാൻ തന്നത് നോട്ട് തന്നത്. സാറേ റൗട്ടർ ഐഡിനെക്കാട്ടിയും പ്രിഫറൻസ് കൂടുതൽ ഇതിലല്ലേ, പ്രയോറിറ്റി വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനല്ലേ? പ്രയോറിറ്റി. അതെ അതെ. അതായത് നമ്മൾ ആദ്യം നോക്കുന്നത് ഈ 4 റൗട്ടേഴ്സിനകത്ത് ആദ്യം നമ്മൾ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോറിറ്റിയാണ് നോക്കിയത്. എല്ലാവരും പ്രയോറിറ്റി 1 ആയതുകൊണ്ട് നമുക്ക് അത് വെച്ച് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് നോക്കിയേ, റൗട്ടർ ഐഡി നോക്കിയത്. അപ്പോൾ റൗട്ടർ ഐഡി എന്തായാലും എല്ലാവരും എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും അല്ലേ. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും അല്ല. ഹയസ്റ്റ് ലൂബാക്ക് IP ഏതിനാണ് വരുന്നത് അതായിരിക്കും. ടോപ്പോളജി പ്രകാരം R4 ആണ്. അങ്ങനെ R4 എന്ന് പറയുന്ന റൗട്ടർ എന്തേ മാറി, ഓട്ടോമാറ്റിക്കലി DR ആയി മാറി. അപ്പൊ നമ്മൾ പറയുകയാണ് R4 വീക്കസ്റ്റ് റൗട്ടർ ആണ്. അപ്പൊ നമുക്ക് R4-നെ മാറ്റിയിട്ട് R1 ആക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ടാസ്ക് ആണ് നമ്മൾ ചെയ്തത്. അപ്പൊ മാനുവലി റൗട്ടർ ഐഡി കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്, പ്രിഫറൻസ് എന്ന് പറഞ്ഞത്. അങ്ങനെ ഓട്ടോമാറ്റിക്കലി R1 എന്ന് മാറി. ഓട്ടോമാറ്റിക്കലി അല്ല, മാനുവലി നമ്മൾ എന്താക്കി മാറ്റി, R1-നെ നമ്മൾ എന്താക്കി മാറ്റി, DR ആക്കി മാറ്റി. അപ്പൊ നമ്മൾ പ്രയോറിറ്റിക്കാണല്ലോ അതിനേക്കാളും പവർ കൂടുതൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ടാസ്ക് 2-നകത്ത് എന്ത് പറഞ്ഞു, എന്നാൽ പിന്നെ പ്രയോറിറ്റി ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, R2 പറയുന്ന റൗട്ടറിനെ പിടിച്ച് എന്താക്കാം, നമുക്ക് DR ആക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഫൈനലി റിസൾട്ട് എന്തായിരിക്കും, R2 ഈസ് ദ DR. നമ്മളെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി നേരെ ഓപ്പോസിറ്റ് വന്നേ ഉള്ളൂ. R1 DDR ആയിരിക്കും സാർ. R1 തീർച്ചയായിട്ടും BDR. ഓക്കെ ലാസ്റ്റ് ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ എന്തായി മാറും, BDR ആയി മാറും. പറഞ്ഞത് ക്ലിക്ക് ആയില്ലായിരുന്നു. സംഭവം സിമ്പിൾ ആണ്, ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഏത് റൗട്ടിനകത്ത് കയറിയാലും പ്രോസസ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, റിസൾട്ട് കിട്ടുള്ളൂ. എവിടെയെല്ലാം നമ്മൾ അപ്ലൈ ചെയ്തോ അവിടെയെല്ലാം കയറി നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് വോയിസ് എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്ത് കൊടുത്താൽ മാത്രം. ഇത്ര നേരം അമലല്ലേ ചെയ്തേ, വേറെ ആരെങ്കിലും ഉണ്ടോ? സൈനുദ്ദീൻ ചെറിയ ലാബല്ലേ? ഇല്ല, ഒരു ടാബിന്നായതുള്ള ഒരു ഇതുള്ളൂ. ഡിവൈസ് ടാബാണ് ലാപ്ടോപ്പ് പ്രശ്നം. മിഥുൻ എന്തായിരുന്നു പ്രശ്നം? ലാപ്പിനാണ് പ്രശ്നം സാർ. ഞാൻ 2 ദിവസം കൊണ്ട് റെഡിയാക്കും. അമൽ നമുക്ക് തന്നെ ചെയ്യാലേ, ഇവരാരും വരുന്നില്ലല്ലോ ഓറങ്കത്ത്. എനിക്ക് കുഴപ്പമില്ല. അല്ലെ, എല്ലാവർക്കും ഒരാളാകുമ്പോ പുതിയ ടോപ്പ് എടുക്കാം. പാക്കറ്റ് ട്രേസറിനകത്തും വർക്കിംഗ് ആണ് ഈ ലാബ്. എന്ന് വെച്ചാൽ പാക്കറ്റ് ട്രേസർ ഓപ്പൺ ചെയ്യുന്നല്ലോ, ഇൻസ്റ്റാൾ ചെയ്യാത്തവർ അതിൽ ട്രൈ. സ്വിച്ച് ആക്ച്വലി സ്വിച്ച് അത് ഇന്റർനെറ്റ് സ്വിച്ച് ഉണ്ട്. അതിന് തൊട്ട് താഴത്തായിക്കുന്നുണ്ട് 2 ആരോ മാർക്ക്. ഓക്കെ അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു ഇന്റർനെറ്റ് സ്വിച്ച് കാണാം, 3-ാമത്തെ ഐക്കൺ. ഓക്കെ റൗട്ടേഴ്സ് എല്ലാം കഴിഞ്ഞ ദിവസം ട്രൈ ചെയ്തു.
ഒന്ന് ടോപ്പോളജിക്കകത്ത് എങ്ങനെയാണ് റൗട്ടേഴ്സ് അതേപോലെ തന്നെ ട്രാക്ക് തന്നെ അവരോട് മാർക്കാണ് ഓക്കെ അങ്ങനെ തന്നെയാണോ ഉം, അല്ല അല്ലെന്നാണ് എന്റെ R1 വിശ്വാസം. R3 റൈറ്റ് R2. സൈഡിലാണ് ആർക്ക് വരുന്നത് മേലെ ഉം. ഓക്കെ ഇതിന്റെ ഏത് പോർട്ടിലോട്ട് വേണമെങ്കിൽ കണക്ഷൻ കൊടുക്കാം. സ്ട്രൈറ്റ് കേബിൾ ആണ്. കേബിൾ ഓട്ടോമാറ്റിക് വന്നോളും. കേബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ R1 F0 ഫസ്റ്റ് പോർട്ട്. സ്വിച്ചിന്റെ ഏത് പോർട്ടായാലും കുഴപ്പമില്ല. F00 നമുക്ക് L1 F0/0 വരണം. അപ്പൊ ആദ്യം L1 ക്രിയേറ്റ് ചെയ്തിട്ട് പോയിന്റ് പോയിന്റ് കണക്ഷൻ പറയാൻ മറക്കണ്ട. അത് പറയാം IP പറയാൻ ഓപ്ഷൻ കൊടുക്കുക. പിന്നെ F0/0ക്ക് 10.0 ഓക്കെ പറഞ്ഞുതരാം. ഒരു റൗട്ടിന് പറയുമ്പോൾ പ്ലേ ചെയ്യാല്ല. ഫോണെ വന്നതിന് ശേഷം അത് ക്ലോസ് ചെയ്യും. പഴയ കൺസോൾ കാണിക്കുന്നത്. അത് അയ്യോ. മറ്റേ കൺസോളാണ്. നേരത്തെ ഇത് കളഞ്ഞില്ല അപ്പൊ അത് ക്ലോസ് ആയില്ലെന്ന് നെക്സ്റ്റ് IP OSPF നെറ്റ്വർക്ക് പോയിന്റ് ആദ്യം അത് കൊടുത്ത് ശീലിച്ചാൽ നന്നായി. IP OSPF നെറ്റ്വർക്ക് ഓപ്ഷൻ എക്സിറ്റ്. ഇതില് ഒരു ഇന്റർഫേസ് കൂടെ കൊടുക്കല്ലേ? അതെ, ഇന്റർഫേസ് F0/0 ലാൻഡ് പോർട്ട് ആണ്. അതിന് ഷോർട്ട് ആയിട്ട് ഫാസ്റ്റർ നെറ്റ് 0/0 എന്നാണ് കംപ്ലീറ്റ് കൊടുക്കണ്ട. F0/0 ഷോർട്ട് ആയിട്ട് കൊടുക്കാം. എൻ്റർ ചെയ്യാം. IP ആഡ് 192.168.10.1 168 ഇതേപോലെ എല്ലാ റൗട്ടിന്റെയും ഇനീഷ്യൽ കോൺഫിഗറേഷൻ ചെയ്യാം. എല്ലാത്തിലും സെയിം ഇന്റർഫേസ് തന്നെയാണ്. IP മാത്രം വ്യത്യാസം ഉണ്ടാവും. ഓക്കെ സാറേ, ഈ IP OSPF നെറ്റ്വർക്ക് പോയിന്റ് ടു പോയിന്റ് സ്വിച്ചിന് കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണോ? ഡയറക്റ്റ് കണക്ട് ചെയ്യുമ്പോൾ ലൂപ്പ് ബാക്കുകൾക്ക് മാത്രം പ്രോബ്ലം ഉള്ളൂ. OSPF-നകത്ത് ലൂപ്പ് ബാക്കുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് കരുതുന്നില്ല, ഒരു നെറ്റ്വർക്ക് അഡ്രസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ പറയുകയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, അതൊരു LAN ആണ്, ഒരു സ്വിച്ചും കുറെ കമ്പ്യൂട്ടർ ഉള്ള പോലെ ഒരു നെറ്റ്വർക്ക് ആണ്.
എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മുടെ റൗട്ടർ എന്ത് ചെയ്യുള്ളൂ, അതൊരു നെറ്റ്വർക്ക് അഡ്രസ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അതൊരു സിംഗിൾ ഇന്റർഫേസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ആസ് എ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ /32 പറഞ്ഞ വാല്യൂ നമ്മുടെ ടേബിളിനകത്ത് വന്നിട്ടുണ്ടാവും. അങ്ങനെ കണ്ടാൽ അത് സിംഗിൾ ഐപി എന്നാണ്. ഈ കമാൻഡ് കൊടുത്താൽ മാത്രമേ എന്താവുള്ളൂ, അത് റിമൂവ് ആവാം. ഓക്കെ. വോയിസ് ക്യൂവിനകത്ത് മാത്രമേ വരുന്നുള്ളൂ, അതും ലൂപ്പ് ബാക്കുകൾ വരുമ്പോൾ മാത്രം. ഓക്കെ. തേർട്ടി ഡോട്ട് വൺ 10.3 10.3. എല്ലാവരും ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് R3 ആണെങ്കിൽ 10.3 ആയിരിക്കും, R4 ആണെങ്കിൽ 10.4 ആയിരിക്കും, അതുപോലെ തന്നെ ലൂപ്പ് ബാക്ക് 4 ആയിരിക്കും. എല്ലാത്തിന്റെയും ഇനീഷ്യൽ കോൺഫിഗറേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് റൗട്ടിംഗ് ചെയ്യാം. ഓക്കെ. ഈ റൗട്ടിംഗ് എല്ലാ റൗട്ടേഴ്സ് R1 എടുക്കുക, റൗട്ടിംഗ് റൗട്ടർ വോയിസ് ഗ്രൂപ്പ് 1, നെറ്റ്വർക്ക് ആ കാണുന്ന പോലെ കൊടുക്കുക. 191.168.10.0 മാസ്ക് ഏരിയ 0.
കേറിയില്ല. ആ സ്പെല്ലിംഗ് ഒന്ന് നോക്കും. അവിടെ മിസ്റ്റേക്ക് കാണിക്കുന്ന കണ്ടില്ലേ? ഓ സോറി. റൗട്ടർ എസ്കേപ്പ് വൺ കൊടുത്തിട്ട് ഓക്കെ. അമലിന്റെ ടൈം എന്താ 8:4 കാണിക്കുന്നു? 8:15 ഞാന് അബുദാബിയിലാണ്. നോർമൽ ടൈം കൂടുകയല്ലേ ചെയ്യുക? കുറയ ആ ഇവിടെ 8:15 7:30 തൊട്ട് 8:30 വരെ അല്ലേ നമ്മുടെ ക്ലാസ്? അല്ലേ, നമ്മുടെ ഇന്ത്യൻ ടൈം ഇപ്പോ 9:45 അതുകൊണ്ട് ചോദിച്ചതാ. കറക്റ്റ് ആണ്. യെസ്. ഓ 0:00:2. $255. ഹലോ. യെസ്. കഴിഞ്ഞ പരിപാടി. യെസ്. ഇനി ജസ്റ്റ് എല്ലാ റൗട്ടേഴ്സും കയറി ജസ്റ്റ് ഷോ ആയി പഠിക്കാം. റൗട്ടിംഗ് ചെയ്ത് കഴിഞ്ഞാൽ റൗട്ടിംഗ് ടേബിൾ ചെക്ക് ചെയ്യാം. ഓക്കെ. എല്ലാ ലൂപ്പ് ബാക്ക് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. എല്ലാ ലൂപ്പ് ബാക്ക് ഉണ്ട്. 1 2 3 4 3 എല്ലാം 4 ഉണ്ട്. ഓക്കെ. അതുപോലെ എല്ലാ റൗട്ടും കയറി ചെക്ക് ചെയ്യുക. എല്ലാത്തിലും ഉണ്ടോ, എല്ലാ ലൂപ്പ് ബാക്സ് ഇല്ലെന്ന് നോക്കിയാൽ 4 ലൂപ്പ് ബാക്ക് ഉണ്ടോ ചെക്ക് ചെയ്താൽ. ഓക്കെ 2 3 4 2 3 4 ഓക്കെ. എല്ലാത്തിലും ഉണ്ട്. ടു ത്രീ ഫോർ.
എല്ലാത്തിലും നെറ്റ്വർക്ക്സ് എല്ലാം പബ്ലിഷ് ആയിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞ തിയറി പ്രകാരം R4 പറയുന്ന റൗട്ടർ ആയിരിക്കണം എന്തായിട്ട് വരേണ്ടത്, ഡെസിഗ്നേറ്റഡ് റൗട്ടർ ആയിട്ട് വരേണ്ടത്. അപ്പോൾ R1 ഓക്കെ എടുത്തിട്ട് ഞാൻ പറയുന്ന കമാൻഡ് ഒന്ന് R1 എടുത്തിട്ട് ഞാൻ പറയുന്നത് ഒന്ന് വേണമെങ്കിൽ കൺട്രോൾ C അടിച്ചു. പ്രിവിലേജ് മോഡിൽ ഓക്കെ പോയി കൺട്രോൾ C അടിച്ചു. ഓക്കെ ഇനി ഷോ IP OSPF INT F0/0 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 ഈ ഓക്കെ കമാൻഡ് നോട്ട് ചെയ്ത് വെച്ചു. ടു വ്യൂ ദ BDR വാല്യൂസ് കണ്ടടിച്ചു. ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വേറെ ഒന്നും തിരിഞ്ഞാണ് ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നുണ്ടോ, ഏറ്റവും താഴെ ബ്രാക്കറ്റിൽ ബാക്കപ്പ് ഡിസൈൻ റൗട്ടർ എന്നൊക്കെ ഇരിക്കണ്ടോ, ലാസ്റ്റ് മൂന്നാമത്തെ ലൈനൊക്കെ ആയിട്ട് വരും. ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ്. അല്ല ഇതൊന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ. ഇത് എന്തായിരുന്നു മറ്റേ To view the priority and BDR status. BDR അല്ല DR കേട്ടോ, ഡെസിഗ്നേറ്റഡ് റൗട്ടർ. അപ്പോ ഇവിടെ വന്നിരിക്കുന്ന വാല്യൂസ് നമ്മൾ പറഞ്ഞ പ്രകാരം അല്ല വന്നിരിക്കുന്നത്, ഒക്കെ റോങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് 4 റൗട്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ക്ലിയർ ചെയ്യാം. ഒന്ന് റീഫ്രഷ് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വന്നൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം. ക്ലിയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓക്കെ കമാൻഡ് ടു ക്ലിയർ ദ OSQ പ്രോസസ്, ക്ലിയർ IP OSQ പ്രോസസ്. എല്ലാതും R1 ചെയ്യണ്ടേ? ഞാൻ പറയുന്ന പോലെ ചെയ്താൽ കൺട്രോൾ C അടിച്ചിട്ട് ഓൾറെഡി ആണല്ലോ, ക്ലിയർ ടൈപ്പ് ചെയ്യാം. ക്ലിയർ IP OSPF പ്രോസസ് കമാൻഡ് ഒന്ന് കോപ്പി ചെയ്തോ, സെലക്ട് ചെയ്തോ, എല്ലാത്തിലും തന്നെ നമുക്ക് വേണ്ടി വരും. ഓക്കെ ഒന്ന് എൻ്റർ അടിക്കാം. എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കരുത്. എന്ന് ടൈപ്പ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ. ഇനി സെക്കൻഡ് ഡിവൈസ് എടുക്കാൻ പോയിട്ട് എല്ലാത്തിലും ഒരേ സമയത്ത് കൊടുത്താൽ പെട്ടെന്ന് ക്ലിയർ ആയി കിട്ടും. മിനിമൈസ് ചെയ്യുക, R2 കൊടുക്കുക, എന്നിട്ട് അവിടെ കൺട്രോൾ C അടിക്കുക. കൺട്രോൾ C അടിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഗോ എനി ഹയർ മോഡ് ടു പ്രിവിലേജ് മോഡ്. ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്ന് ടൈപ്പ് ചെയ്യുക, നോ എൻ്റർ അടിക്കരുത്. ഇനി R3 എടുക്കുക, കൺട്രോൾ C പേസ്റ്റ്, എന്ന് ടൈപ്പ് ചെയ്യുക, R4 എടുക്കുക. റൈറ്റ് ക്ലിക്ക്. ഇനി ചെയ്യേണ്ടത് R1 എടുക്കുക, എൻ്റർ അടിക്കുക, R2 എടുക്കുക, എൻ്റർ അടിക്കുക, അങ്ങനെ പെട്ടെന്ന് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു. അടുത്തത് R4. ഇനി R1 എടുക്കുക. ഇവിടെ കണക്ഷൻ 3 പോയത് കണ്ടോ, ഇതേപോലെ തിരിച്ചു വരും, അപ്പ് എന്നുള്ള മെസ്സേജ് വരും, ലോഡിംഗ് ഡൺ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ഷോ കമാൻഡ് അടിച്ചു. ഇപ്പൊ എല്ലാ കണക്ഷൻ പോയി കിടക്കണം, 3 പോയി കിടക്കുകയാണ്. ക്ലിയർ ആയി, നൈബേഴ്സ് എല്ലാം ക്ലിയർ ആയി. ഇനി നൈബേഴ്സ് അപ്പായി വരുമ്പോൾ ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. ആ സമയത്ത് ഷോ കമാൻഡ്. ഓക്കെ ഒരാൾ വന്നു, 3 നൈബേഴ്സ് ആണുള്ളത്. 3 നൈബേഴ്സിനകത്ത് 2 ആൾ വന്നു. എന്താ പ്രശ്നം?
രണ്ട് ഇപ്പോൾ ലോഡിങ് ഫുൾ ആയില്ലേ? രണ്ടെണ്ണം. രണ്ടെണ്ണം വന്നിട്ടുള്ളൂ, 3 3 ഐപ്പേഴ്സ് അല്ലേ? ആ യെസ് 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 യെസ്, കറക്റ്റാ. ഇനി ഷോ കമന്റ് അടിച്ച് ടു ഐ പി വോയിസ് പി മേലെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, മേലെ ആരെങ്കിലും യൂസ് ചെയ്താൽ മതി. നേരത്തെ ടൈപ്പ് ചെയ്ത് അവിടെ ഇല്ല, ഒന്നുകൂടി കണ്ടടിച്ച് നോക്കിയേ. ഏറ്റവും താഴത്തുള്ള നോക്കിയേ, 4.01 എന്ന് പറയുന്ന ആളാരാണ്? ബ്രാക്കറ്റ് നോക്കുക, DRM. ഡെസിഗ്നേറ്റർ റൗട്ടർ ആണ്. 3 എന്ന് പറയുന്ന ഐപി ഉള്ള ആൾ ആരാണ്? ബാക്കപ്പ് ആണ്. Backup. നമ്മൾ പറഞ്ഞ തിയറി പ്രകാരം ഇപ്പൊ പെർഫെക്റ്റ് ആയി. അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പെർഫെക്റ്റ് ആയിട്ട് സെൻഡ് ചെയ്തുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് നമുക്ക് കിട്ടി. ഓക്കെ, ബാക്കപ്പും Okay. കിട്ടി, ഡെസിഗ്നേറ്റും കിട്ടി. ഇനിയാണ് നമ്മുടെ ടാസ്ക് 1. നമ്മുടെ ആഗ്രഹം ആരാവണം എന്നാണ്? ഈ നിൽക്കുന്ന റൗട്ടർ ആയിരിക്കണം എന്ത്? ഡെസിഗ്നേറ്റഡ് റൗട്ടർ ആയിരിക്കും നമ്മൾ മാറ്റാൻ ആഗ്രഹിക്കുന്നത്, റൈറ്റ്? Okay. അപ്പൊ നമുക്ക് ഇയാളുടെ റൗട്ടർ ഐഡി ഒന്ന് മാറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രോട്ടോകോളിനകത്തൊന്ന് കയറാം. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ബാക്കപ്പ് ആരാണ്, ഡെസിഗ്നേറ്റ് ആരാന്ന് മനസ്സിലായല്ലോ. നമ്മൾ ഇനി ആരെ ആക്കാൻ വേണ്ടി പോവാണ്? നമ്മളിപ്പോ നിൽക്കുന്ന R1 പറയുന്ന റൗട്ടറെ നമ്മൾ ഡെസിഗ്നേറ്റ് റൗട്ടർ ആക്കി മാറ്റാൻ വേണ്ടി പോവാണ്. ഏതിലൂടെ? ടാസ്ക് 1. എന്തായിരുന്നു ടാസ്ക് 1? റൗട്ടർ ഐഡി ചേഞ്ച് ചെയ്യാന്നുള്ളത്. റൗട്ടർ വോയിസ് 1 കയറുക, എന്റർ ചെയ്യുക, റൗട്ടർ ഹൈഫൻ ഐ ഡി വാല്യൂ കൊടുക്കാം. 55 കൊടുത്ത പ്രകാരം 55 1.1.1 ആണെന്ന് തോന്നുന്നു. എന്റർ ചെയ്യാം. എന്റർ ചെയ്താലും ഈ റൗട്ടർ ഐ ഡി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ സി അടിക്കുക. നേരത്തെ കൊടുത്ത കമാൻഡ് അവിടെ ഉണ്ടാവും, കൺട്രോൾ സി. വേണ്ട, നേരത്തെ ടൈപ്പ് ചെയ്ത sorry. Okay. കൺട്രോൾ സി അടിക്കുക. കൺട്രോൾ സി ക്യാൻ യൂസ്. ഇനി മേലോട്ടുള്ള ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നേരത്തെ ടൈപ്പ് പറയുന്നത് ഒന്നുകൂടി യെസ്, എന്റർ ചെയ്യാം. അല്ല, പ്രോസസ് ആണ് അതല്ല. Process അല്ല. എന്റർ അടിച്ചു. എസ് ടൈപ്പ് എല്ലാത്തിലും പെട്ടെന്ന് റിസൾട്ട് ആവാൻ വേണ്ടിയിട്ട് എല്ലാത്തിലും എസ് ടൈപ്പ് ചെയ്ത് വയ്ക്കുക. R2 Okay. എടുക്കുക. R2 മേലെയും മേലോട്ടുള്ള ആരോഗ്യം വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും നമുക്ക് കൊടുത്തിട്ടുണ്ടാവുക. R2 Okay. അതായത് കുഴപ്പമില്ല. നമ്മൾ കൊടുത്ത കമന്റ് ക്ലിയർ IP OSP. അതെ, എസ് ടൈപ്പ് ചെയ്ത് വെച്ചാൽ മതി. എന്റർ എന്ന് കൊടുക്കുക, എസ് ടൈപ്പ് R2 എടുക്കുക. DNS ആയതുകൊണ്ട് കുറച്ച് ഹെവി ആയിരിക്കും, അതുകൊണ്ട് പെട്ടെന്ന് എല്ലാം ഒരുമിച്ച് ക്ലിയർ ചെയ്യുന്നത്. Okay. കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്. സൂമിൽ കേൾക്കില്ല പെട്ടെന്ന്. Okay. സൂമില് വോയിസ് ക്ലിയർ ചെയ്യുന്ന സംഭവമുണ്ട്. ആ. പെട്ടെന്ന് അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെ എന്റെ തൊട്ടടുത്ത് വീടിന്റെ മുറ്റത്ത് അമ്മായിയുടെ 4 പിള്ളേരാ. അംഗനവാടി പോലെയാണ്. മൊത്തം സൗണ്ടായിരിക്കുന്നു പകലൊക്കെ. റോഡ് സൈഡ് വൈകുന്നേരം വീട്ടിലേക്ക് വിളിക്കുന്ന പരിപാടി. കേൾക്കൂല ഇവിടെ. നമുക്കൊന്നും കേൾക്കും. വേറെ ആർക്കും കേൾക്കണ്ട, ആർക്കും കേൾക്കില്ല, നോയ്സ് ഒന്നും കേൾക്കില്ല. ഇത്രയും അടുത്തൊന്ന് പറഞ്ഞാൽ മാത്രം കേൾക്കും. ജസ്റ്റ് എല്ലാത്തിലും ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് എന്റർ അടിച്ച് പോവാം. എന്നിട്ട് R4 തന്നെ അടിച്ചു ഷോ കമാൻഡ്. IP OSPF INTF0/ OSPF INTF0/ അപ്ഡേറ്റഡ് വന്നിട്ടില്ല തോന്നുന്നു. ഡൺ മെസ്സേജ് വന്നിട്ടില്ലല്ലോ. ഇല്ല. വന്ന അവിടെ നമുക്ക് ഡൺ മെസ്സേജ് വരും, 2 മെസ്സേജ്. ഓക്കെ, ലോഡിംഗ്. ഓക്കെ. ഏത് ഐപിയാ? ബ്രാക്കറ്റിൽ നോക്കി 255.1.1.1 എന്ന് പറയുന്ന IP ഉള്ള, അതായത് ആ റൗട്ടർ ഐഡി ഉള്ള ആളാണ് ഇപ്പൊ എന്ത്? ഡെസിഗ്നേറ്റഡ് റൗട്ടർ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇപ്പൊ R1 സ്ഥാനം, R4 സ്ഥാനം എന്തായിരിക്കും? അതിന് ഞാൻ പറയാം. എത്രാമത്തെ ലൈൻ നോക്കുക പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റാർട്ടിന്ന്
എവിടെ ടോപ്പോളജി തന്നെ ജസ്റ്റ് ഒന്ന് ഈ റിസൾട്ട്സ് ഒന്ന് അതിനകത്ത് അതിന്റെ കണ്ടോ സ്ക്രീൻഷോട്ട്. അങ്ങനെ ഇയാളുടെ സ്റ്റേറ്റ് എന്താന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇയാളുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് R4 സ്റ്റേറ്റ് ഇപ്പൊ എന്തായിരിക്കും? R4 അല്ല R1 DR റൗട്ടഡ് നമുക്ക് R1 DR ആണ്. ഓക്കെ, R4 എന്തായിരിക്കും? അവിടെ നോക്കിയാൽ കാണാൻ പറ്റും 1 2 3 4 5ാമത്തെ 6ാമത്തെ ലൈൻ നോക്കി. ഈ നിൽക്കുന്ന റൗട്ടിന്റെ സ്റ്റാറ്റസ് കാണാൻ വേണ്ടിയിട്ട് 6ാമത്തെ ലൈൻ എന്താണ്? ഇയാളുടെ സ്ഥാനം ഇപ്പൊ എന്താണ്? നേരത്തെ എന്തായിരുന്നു? നേരത്തെ DR ആയിരുന്നു. ഇപ്പോ അഞ്ചാമത്തെ ലൈൻ കണ്ടോ? 5ാമത്തെ ലൈനകത്ത് പറയുന്നത് DR റൗട്ടർ ആരാണ്? അത് സെലക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കും. DR റൗട്ടർ എന്ന് പറയുന്നത് എന്താണ്? 255.1.1 എന്ന് പറയുന്ന IP ഉള്ള ആളാണ് ഇപ്പൊ DR. അതിന് തൊട്ട് താഴത്തെ ലൈനകത്ത് ഇയാളുടെ സ്ഥാനം എന്താണ് ഇപ്പൊ കിടക്കുന്നത്? ബാക്കപ്പ് ഡെസിഗ്നേറ്റഡ് റൗട്ടറിന്റെ IP എത്രയാണ് എന്ന് വെച്ചാൽ ഇയാളുടെ IP തന്നെയല്ലേ 4 എന്ന് പറയുന്നത്. ഇയാളുടെ സ്റ്റേറ്റ് 4. ഇനി നമ്മൾ പ്രയോറിറ്റി ചേഞ്ച് ചെയ്താലോ? R2 എന്തായിരിക്കും? ഡെസിഗ്നേറ്റഡ് റൗട്ടർ ആയിരിക്കും. R1 എന്തായിരിക്കും? ബാക്കപ്പ് ആയിരിക്കും. അപ്പൊ അതിന്റെ പ്രയോറിറ്റി നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ R2 പറയുന്ന റൗട്ടിനകത്ത് കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രയോറിറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കും. ഇപ്പൊ മാനുവലി റൗട്ടർ ഐഡി ചേഞ്ച് ചെയ്തു, അയാൾ തന്നെ വന്നു. റൗട്ടർ ഐഡിനേക്കാളും പവർ കൂടുതലാണ് പ്രയോറിറ്റിക്ക്. സോ R2 പറയുന്ന റൗട്ടർ ആയിരിക്കണം ഇനി എന്തായിട്ട് വരേണ്ടത്? DR ആയിട്ട് വരേണ്ടത്. നിങ്ങൾ പറഞ്ഞ തിയറി പ്രകാരം. ഓക്കെ. അപ്പൊ പ്രയോറിറ്റി ചേഞ്ച് ചെയ്യുന്നത് ഇന്റർഫേസിനകത്ത് കയറിയിട്ടുണ്ട്. ഓർമ്മ ഇന്റർഫേസ് F0/0 F0/0 കോൺഫിഗറേഷൻ കൂടി കയറും. കോൺഫിഗറേഷൻ മോഡ് INT F0/0 എന്തായിരുന്നു കമാൻഡ്? IP OSPF പ്രയോറിറ്റി 5 അല്ലേ? കാൽക്കുലേറ്റർ നോക്കി അങ്ങനെയല്ലേ? IP OSPF പ്രയോറിറ്റി ക്വസ്റ്റ്യൻ മാർക്ക് അടിച്ചേ. പ്രയോറിറ്റി ഏതൊരു കൊടുക്കാൻ പറ്റുന്ന കാണിച്ചു. 0 to 55 കൊടുക്കുക. ചുമ്മാ ഒരു വാല്യൂ കൊടുക്കുക. 1 അല്ലാതെ ഏതൊരു വാല്യൂ കൊടുക്കുക. 5 കൊടുക്കുക, എൻ്റർ അടിക്കുക. അഗൈൻ കൺട്രോൾ C അടിക്കുക. നമ്മുടെ പഴയ ഒരു പടി ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. R1 എടുക്കുക, R2 എടുക്കുക, R2 എടുക്കുക. ഓക്കെ, ക്ലിയർ ചെയ്യാം. R3 ഓൾറെഡി ചെയ്തു. കുഴപ്പമില്ല, അത് ഓർഡർ വരുന്നതില്ല. ഓക്കെ. പറയുന്നൊരു എയിമിലൊന്നും പറയുന്നുള്ളൂ. ഓക്കെ, ഡൺ. പിന്നെ R4 തന്നെ ചെക്ക് ചെയ്ത് നോക്കിയോ, അറിയാൻ പറ്റും. R4 സ്ഥാനം ബാക്കപ്പിനും പോയിട്ടുണ്ടാകുമ്പോൾ ഇപ്പൊ DR അതറായി മാറിയിട്ടുണ്ടാവും. മാക്സിമൈസ് ചെയ്തു. വലുതാക്കാവോ? മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട്. റിസൾട്ട് വന്നിട്ട് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ R2ന്റെ ലൂപ്പ് ബാക്ക് എത്രയാണ്? 2.01 എന്ന് പറയുന്ന ആളായിരിക്കും ഇനി DR. ഔട്ടർ ഐഡിയും ബേസ് ആയിരിക്കും നമുക്ക് കാണിക്കുന്നത്. യെസ്, 2.01 എന്ന് പറയുന്ന ആള് ബാക്കപ്പ് ആവാൻ പാടില്ലല്ലോ. 2.01 എന്ന് പറയുന്ന ആളാണ് എന്തായിട്ട് വരേണ്ടത്? ഡെസിഗ്നേറ്റഡ് റൗട്ടർ ആയിട്ട് വരേണ്ടത്. 255.1.1.1 എന്ന് പറയുന്ന ആളാണ് ബാക്കപ്പ് ആയിട്ട് വരേണ്ടത്. ഒരു കാര്യം ചെയ്യാം, R2 പോയിട്ട് ഒന്നുകൂടി ക്ലിയർ ചെയ്ത് കൊടുക്കും.
R1 ഒന്ന് ക്ലിയർ ചെയ്തോളൂ. Yes, no, R1 R1. അവിടെയാണ് തെറ്റ് പറ്റിയത്. R R4 ചെക്ക് ചെയ്യാം, ഏത് റൗട്ട് നോക്കിയാലും ചെക്ക് ചെയ്യാം. R4 ഓക്കെ. എന്താണ് ഇവിടെ നടക്കുന്നത്? എവിടെയോ തെറ്റി. R4 അപ്ഡേറ്റ് ആയില്ല. R2 അപ്ഡേറ്റ് ആവുന്നില്ലേ? അപ്ഡേറ്റ് വരുന്നു. ഓക്കെ. ഇപ്പൊ വരട്ടെ. എന്ന് വെച്ചാൽ R2ന്റെ റൗട്ടർ ഐഡിയാണ് 2.01. അയാളുടെ സ്റ്റേറ്റ് എന്താണ് ഇപ്പം? ഡെസിഗ്നേറ്റഡ് ആണ്. അതിനുശേഷമാണ് മാനുവലി കൊടുത്ത റൗട്ടർ ഐഡി. അതുകൊണ്ടാണ് അതെന്തായി മാറിയത്? ബാക്കപ്പ് ഡെസിഗ്നേറ്റഡ് റൗട്ടർ ആയിട്ട് മാറിയത്. നമ്മൾ പറഞ്ഞ തിയറി പ്രകാരം എല്ലാം ഓക്കെ അല്ലേ? ആദ്യം നമ്മൾ ബൈ ഡിഫോൾട്ട് ഇലക്ഷൻ എന്താണോ അതിന്റെ റിസൾട്ട് വെരിഫൈ ചെയ്തു. രണ്ടാമത് മാനുവലി റൗട്ടർ ഐഡി സെറ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വെരിഫൈ ചെയ്തു. മൂന്നാമത് അതുക്കും മേലെയാണ് പ്രയോറിറ്റിക്ക് വാല്യൂ എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ടാസ്ക് നമ്മൾ ചെയ്യുന്നു. ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ നോക്കിയിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇതുപോലെ നമുക്ക് പ്രയോറിറ്റി യൂസ് ചെയ്തിട്ടോ റൗട്ടർ ഐഡി യൂസ് ചെയ്തിട്ടോ നമുക്ക് ഇഷ്ടമുള്ള റൗട്ടേഴ്സിനെല്ലാം DRO ബാക്കപ്പ് ഡിസൈൻ റൗട്ടർ ഒക്കെ ആയിട്ട് നമുക്ക് മാറ്റാവുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മൾ ഇപ്പൊ നോക്കിയത് BMA ആണ്, ബ്രോഡ്കാസ്റ്റ് മൾട്ടി ആക്സസ് ആണ്. ഇതേപോലെ തന്നെ നമുക്ക് വരുന്ന അടുത്ത മെത്തേഡ് ആണ് ജസ്റ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇലക്ഷൻ പ്രൊസീജിയർ ആണ്. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു പറഞ്ഞ തിയറി ഉണ്ടല്ലോ അതിന്റെ നോട്ട്. ഓക്കെ. ഓക്കെ. ഇനി മൂന്നാമത്തെ മെത്തേഡ് ആണ് NBMA, നോൺ ബ്രോഡ്കാസ്റ്റ് മൾട്ടി ആക്സസ്. നമുക്ക് VPN പറയുന്ന ടോപ്പിക് പഠിക്കുന്ന സമയത്ത് ഇതിന്റെ ലാബ് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാല് 3 ലൊക്കേഷൻ നമുക്കവിടെ കാണുന്നുണ്ടോ? KL, TN, AP എന്നൊക്കെ ഇതിന് ഒരു 3 ലൊക്കേഷൻ വെച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഞാൻ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നത് ISP വഴിയാണ്. ഓക്കെ. 3 ലൊക്കേഷൻസ് കണക്ട് ആയിരിക്കുന്ന ഏത് വഴിയാണ്? ISP വഴിയാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ISP, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറുകൾ. ഈ രീതിയിൽ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരാണ്, OSPF-നകത്ത് വിളിക്കുന്ന പേരാണ് നോൺ ബ്രോഡ്കാസ്റ്റ് മൾട്ടി ആക്സസ് എന്ന് പറയുന്നത്. എന്താണ് നോൺ ബ്രോഡ്കാസ്റ്റ് മൾട്ടി ആക്സസ്? ഇത് പല രീതിയിലുള്ള ടെക്നോളജികളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ്. ഫ്രെയിമിലെ ATM വളരെ കുറവാണ്. പിന്നെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് VPN അകത്ത് തന്നെ DM VPN എന്ന് പറയുന്ന VPN ആണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ലാബിൽ ചെയ്ത് നോക്കാറുണ്ട് VPN സെഷനകത്ത്. അപ്പൊ അറിഞ്ഞിരിക്കുക ആ നെറ്റ്വർക്കിന് എന്താ വിളിക്കുന്നത്? നോൺ ബ്രോഡ്കാസ്റ്റ് മൾട്ടി ആക്സസ് എന്ന് പറയുന്നത്. ഇങ്ങനെ 3 മെത്തേഡ്സ് ആണ് നമുക്ക് വരുന്നത്. ആദ്യം എന്താ വന്നത്? പോയിന്റ് ടു പോയിന്റ്. രണ്ടാമത് എന്താണ്? ബ്രോഡ്കാസ്റ്റ് മൾട്ടി ആക്സസ് ഇപ്പൊ ചെയ്ത ലാബ്. മൂന്നാമത് എന്താണ്? NBMA, നോൺ ബ്രോഡ്കാസ്റ്റ് മൾട്ടി ആക്സസ്. അത് കഴിഞ്ഞാൽ എഗെയിൻ നമ്മൾ പിന്നെയും ബാക്കിലോട്ട് പോകുന്ന OSPF-ന്റെ ഏറ്റവും ബേസ് തിയറി ഒക്കെ ആയിട്ട് വരും. അത് നമുക്ക് അടുത്ത ഡേ നമുക്ക് നോക്കാം. ഇത്ര ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ